നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ഈ മാസം 15-ാം തീയതി മുതൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇതുവരെ കുറച്ച് നാളത്തേക്ക് വലിയ ദോഷങ്ങളായിരുന്നു, കർമ്മസ്ഥാനത്ത് തടസ്സങ്ങൾ, അതുപോലെ തന്നെ ജന്മരാമ അനേദുഃഖം എന്ന് പറയുന്ന യോഗം. ഇതൊക്കെ മാറിയിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗുരുശുക്ര യോഗം ലഗ്നത്തിലുണ്ട്. അപ്പം ദിവ്യധാരോ മഹാദനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിതി ജയത, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാൻ, ദാമ്പത്യ സുഖം അനുഭവിക്കാനും യോഗം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലഗ്നാധിപതി ലഗ്നാൽ 12-ലായത് കാരണമുണ്ട് ഈ മാസത്തിൽ ഒരു മാറ്റം വരാനും ആ മാറ്റം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഉണ്ടാകാനും യോഗമുണ്ട്. 4-ാം ഭാവാധിപതി നിപുണായോഗം ചെയ്തിട്ടാണ് ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ വീടിന് നോക്കാനായിട്ട് സാധിക്കും, വീടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, വീട് വിട്ട് നിന്നിട്ടുള്ള തൊഴിലെടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സർവാഭിഷ്ടസ്ഥാനത്ത് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഭാഗ്യാധിപതി ശനിയാണെങ്കിൽ പോലും അലസപ്രശ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനിക്ക് മന്ദത കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദോഷങ്ങൾ വരില്ലെങ്കിലും ഗുണഫലങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട്. ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ്. അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് വരിക എന്ന് പറയുന്നൊരവസ്ഥ വരിക. അപ്പോൾ ഭാഗ്യദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഭാതൃഗത ശൗര്യ, ആരാണോ സഹായിക്കേണ്ടത് അവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനിട വരാൻ സാധ്യതയുണ്ട്. കഴുത്ത് മുതൽ കഴുത്ത് തല മുതലായിട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, തൊലിപ്പുറമെയുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ കാലിൻ്റെ മുട്ട് മുതൽ അര മുതൽ മുട്ട് വരെയുള്ള ഭാഗത്തിടയ്ക്ക് വേദന, വിഷമങ്ങൾ, അനാവശ്യമായിട്ടുള്ള യാത്രകൾ, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സർവപ്രണാശോ വിപദോപവാദവും എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വ്യാഴപ്പഴവ് കൂടി ഉള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്കും ഭാഗ്യസ്വത്താർച്ചനയും ചെയ്യണം. അതേപോലെ തന്നെ കണ്ടകശനി ദോഷമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അനാവശ്യമായിട്ടുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. കാരണം 12-ാം ഭാവത്തിൽ ലഗ്നാധിപതി സൂര്യനോട് യോഗം ചെയ്തിട്ട് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു മാറ്റത്തിലൂടെ അനുകൂലാവസ്ഥ യോഗം കാണുന്നുണ്ടെങ്കിൽ പോലും 12 ദുരിതസ്ഥാനമായത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, വീഴ്ച, മറ്റുള്ളവരും അനാവശ്യമായിട്ട് മോശമായി സംസാരിക്കുന്നത് കേൾക്കാനിടവരെ, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് ദോഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. നല്ല ഗുണങ്ങൾ ഈ മാസം മുതൽ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.